ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു നേന്ത്രപ്പഴത്തിനെ ഞാനിതാ 3 പീസായിട്ടാണ് കേട്ടോ മുറിച്ച് വെച്ചിട്ടുള്ളത്. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാനിതാ ഇതുപോലൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് ഉരുകിയിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കളറ് മാറിയിട്ട് വരണം കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ ഉരുകിയിട്ട് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്ര തന്നെ മതി കേട്ടോ, ഒരുപാട് കളറാവാൻ നിൽക്കണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ല അടുപ്പിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ, ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ. എന്നാലും നമുക്ക് പഴത്തിൻ്റെ പീസ് ഇങ്ങനെ നേരെ ഇല്ലാത്തത് കാരണം ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പഴത്തിൻ്റെ ചെറിയ പീസൊക്കെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/3 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാവും കേട്ടോ. അപ്പോൾ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ സ്മെല്ലൊന്നും വല്ലാതെ വരില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫുള്ള് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ വേണമെന്നുണ്ടെങ്കിൽ അതൊരു നുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർക്കണമെന്ന് നിർബന്ധമല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു നുള്ളി ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇത് അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഇതിലേക്ക് ഒന്നിച്ച് ചേർത്ത് കൊടുത്തത് കാരണം കട്ടയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാവധാനം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഇത് അരിച്ച് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ, ബാറ്റർ ഇതാ മിക്സായി. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പഴത്തിൻ്റെ മുകളിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓൺ ആക്കിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ലിഡ് വെച്ചിട്ട് തന്നെ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ലിഡിന് ഇതുപോലെ ഒരു ചെറിയൊരു ഹോളുണ്ട്. അത് നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് അടിച്ചു കൊടുക്കാം. ആവിയൊന്നും ഒട്ടും പുറത്തേക്ക് പോവാതിരുന്നാലുള്ളൂ നമുക്കിത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഇനി നമുക്കൊരു 20-25 മിനിറ്റിനുള്ളിൽ ഇത് എന്തായാലും കുക്കായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈം വ്യത്യാസം വരും. അപ്പോൾ അത് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മുകളിൽ കുറച്ച് ഭാഗം ഇതിൻ്റെ ഒരു ലിഡിലുള്ള വിയർപ്പ് ഇങ്ങനെ വീണിട്ട് ഒന്ന് കളർ മാറിയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ നമുക്ക് ഉടനെ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ പാത്രത്തിൽ കുറച്ച് സമയം ഇങ്ങനെ ആ ഒരു പാനിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പഴം ചെറുതായിട്ട് കണ്ടോ ഒരു കരിയിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഞാൻ ഇത് മാറ്റാൻ കുറച്ച് വൈകി കേട്ടോ, ഒരു 10 മിനിറ്റ് വൈകി. അപ്പോൾ നമ്മളിതായ ഉടനെ തന്നെ ഈ ഒരു പാനിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ടിട്ട് പഴം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അധികം കരിഞ്ഞിട്ടൊന്നുമില്ല, ആ ഒരു കാരമലാണ് കേട്ടോ ഇത്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും കാരമലിൻ്റെ ഫ്ലേവറും പഴവും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. സ്നാക്കായിട്ടും ഡെസേർട്ട് ആയിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടൊക്കെ സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്